ഹലോ, ഉമ്മൻചാണ്ടി സാറല്ലേ? അതെ അതെ. ഉമ്മൻചാണ്ടി സാർ, കൺഗ്രാചുലേഷൻസ്. ഇത് ജെയ്സൺ മാത്യു ആണ്, കേരള പൊളിറ്റിക്സ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ജെയ്സൺ, എന്തുണ്ട്? നല്ല വിശേഷങ്ങൾ സാർ. സാറിപ്പം എവിടെയാണ്? ഞാനിപ്പം പുതുപ്പള്ളിയിലോട്ട് പോകുന്ന വഴിയാ. അതെല്ലേ സാറ്, ആദ്യമായിട്ട് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കെല്ലാം വിരുദ്ധമായി ഒരു നേരിയ വിജയം മാത്രമാണ് UDF ഉണ്ടായതെങ്കിലും ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആശ്വാസകരമാണ് ഈ വിജയം. കമ്മ്യൂണിറ്റിയുടെ പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും സാറിന് തരികയാണ്. എന്താണ് സാറിന് യുവജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം? ഈ തെരഞ്ഞെടുപ്പില് UDF ഒരു നേരിയ വിജയമാണെങ്കിലും ജനാധിപത്യത്തിൽ ജയം തന്നെയാണ്. ഈ നേരിയ ഭൂരിപക്ഷം കൂടുതൽ ജാഗ്രതയോടും കൂടുതൽ സൂക്ഷ്മതയോടും കൂടുതൽ കാര്യക്ഷമതയോടും കൂടി ഭരിക്കുന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഞാൻ കണക്കിലെടുക്കുന്നത്. നമ്പര് ഒരിക്കലും പ്രവർത്തിക്കുന്നതിന്, നല്ലത് ചെയ്യുന്നതിന് ഒരിക്കലും തടസ്സമാവില്ല എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ തിരിച്ചറിവാണ് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കേരളത്തിലെ തൊഴിലില്ലായ്മയാണ് ഏറ്റവും രൂക്ഷമായ പ്രശ്നം. ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് കഴിവിന്റെ പരമാവധി ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രമിക്കും. കേരളത്തിൽ വളരെയധികം സാധ്യതകളുണ്ട്, അവസരങ്ങൾ പക്ഷേ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നമുക്ക് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റണം. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കൂട്ടായി ശ്രമിക്കണം. അതിലൂടെ നമുക്ക് വളർച്ച നേടാനും നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി മുന്നേറാനും സാധിക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ആ കാര്യത്തിൽ എല്ലാ വിഭാഗത്തു നിന്നുമുള്ള സഹകരണവും സഹായവും നമുക്ക് ആവശ്യമാണ്. അത് ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഉണ്ടാകണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. സാർ, വികസനം കരുതലുമാണ് ഈ പ്രാവശ്യത്തെ മുദ്രാവാക്യമെന്ന് സാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കേൾക്കുകയുണ്ടായി. കഴിഞ്ഞ തവണ അതിവേഗം ബഹുദൂരം. എന്താണ് സാർ വികസനവും കരുതലും എന്നതുകൊണ്ട് സാർ അർത്ഥമാക്കുന്നത്? നമ്മുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി നമ്മൾ കേരളത്തിന് സാധ്യമായ വികസന രംഗത്ത് മുന്നേറുക. അതിലൂടെ നമുക്ക് ഇന്നലെ വരെ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതിരുന്ന മേഖലകളിൽ വൻപിച്ച കുതിച്ചുയാട്ടം നടത്തുക. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. നമ്മൾ ഇന്ന് തൊഴിലന്വേഷിച്ച് നമ്മുടെ ചെറുപ്പക്കാർ അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട്. അത് മാറ്റി സ്വന്തം നാട്ടുകാരെ നിലനിർത്തുക. ഈ സ്മാർട്ട് സിറ്റി, മെട്രോ റെയിൽവേ, ഇത് രണ്ടും സാറിന്റെ മുൻഗണനാ പദ്ധതികൾ ഉള്ളതായി സാർ അഭിപ്രായപ്പെടുകയുണ്ടായി. കൊച്ചി പോലുള്ള ഒരു വളരെ തിരക്കേറിയ ഒരു നഗരത്തിൽ എങ്ങനെയാണ് സാർ മെട്രോ റെയിൽവേ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ സാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക? കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് തന്നെ അതിന്റെ എല്ലാ പഠനങ്ങളും നടത്തി വ്യക്തമായ നടപടികളുമായി മുമ്പോട്ട് നീങ്ങിയതാണ്. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വരെ ക്ഷണിച്ചു. 6 കമ്പനികൾ അതിന് മുമ്പോട്ട് വന്നു. ആ അവസരത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇടതുമുന്നണി ഗവൺമെന്റ് ആദ്യത്തെ 2 വർഷക്കാലം അത് എക്കണോമിക്കൽ ആവില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് അത് വേണം എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യവസ്ഥകളോടുകൂടി നടപ്പിലാക്കണം എന്ന് ശാഠ്യം പിടിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഡൽഹി മോഡൽ, രാജ്യത്തിന്റെ ദേശീയ തലസ്ഥാനത്തിന് തുല്യമായ ഒരു സ്കീം അനുവദിക്കാൻ അവര് തയ്യാറായില്ല. ഇപ്പോൾ നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ പട്ടണങ്ങളിൽ തുടങ്ങിയ സ്കീമുകൾക്ക് അതുല്യമായ പദ്ധതി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അത് ഏറ്റവും വേഗം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. സർ, ഒരുപാട് നന്ദി. എല്ലാ ആശംസകളും സാറിന് നേരുകയാണ്. കേരളം കണ്ട ഏറ്റവും നല്ല ഒരു ഭരണമായി സാറിന്റെ മന്ത്രിസഭയ്ക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. Thank you, sir. Thank you. Thanks a lot. Okay.